ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് ലൈഫ് ഇൻഷുറൻസിന് എത്രത്തോളം പരിരക്ഷ നമുക്ക് ആവശ്യമുണ്ട് എന്ന് എങ്ങനെ കണക്കാക്കാം എന്നുള്ളത്. അത് പല ആളുകളും നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് എത്ര തുകയുടെ വേണം ഇൻഷുറൻസ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് വേണ്ട ചില ടിപ്സ് ആണ് ഞാൻ പറയുന്നത്. ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആശ്രയിക്കുന്നവർക്ക് ഒരു സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള മാർഗമാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ട അളവ് അത് എത്രത്തോളം വേണം എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നതിന് ചില കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ചില ബാധ്യതകൾ ഉണ്ടാവും അല്ലേ? സാധാരണ നമ്മൾ ഹൗസ് ലോണ് അല്ലെങ്കിൽ വെഹിക്കിൾ ലോണ്, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ പേഴ്സണൽ ലോണുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. എല്ലാ മാസവും EMI അടയ്ക്കേണ്ടി വരും. അപ്പൊ ഇതെല്ലാം നമ്മൾ അതിനു വേണ്ടി കൺസിഡർ ചെയ്യണം. എത്ര രൂപ നമുക്ക് അതിന് വേണ്ട EMI അടയ്ക്കാനും ലോണ് തീർക്കാനും ഒക്കെ വേണം എന്ന് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള ചെലവുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, നമ്മളുടെ റിട്ടയർമെന്റ് ലൈഫ്, നമുക്ക് വരുന്ന മറ്റ് കുടുംബ ജീവിതത്തിൽ വരുന്ന മറ്റ് ചെലവുകൾ, ഇതെല്ലാം നമ്മൾ കണക്കാക്കണം എത്രത്തോളം വേണം എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, നമുക്ക് എത്ര തുക ഒരു വർഷം നമ്മളുടെ റിട്ടയർമെന്റ് ലൈഫിനോ ഒക്കെ വേണ്ടി വരും. നമ്മൾ ഇന്നത്തെ വരുമാനത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇന്നത്തെ ജീവിത രീതിക്ക് അനുസരിച്ച് അന്നും നമ്മൾ ജീവിക്കണമെങ്കിൽ അതിനുള്ള എത്രത്തോളം തുക നമ്മുടെ കയ്യിൽ ഉണ്ടാകണം എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ആ തുക നമ്മൾ എത്ര വർഷത്തോളം നമ്മൾ ജീവിക്കുമോ അത്രയും വർഷത്തേക്കും കൂടി നമ്മൾ അത് കണക്കാക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾക്ക് ഒരിക്കലും അവസാനിക്കാത്ത ചെലവുകളുണ്ട്, നമ്മുടെ അന്ത്യസമയം വരെയുള്ള ചെലവുകൾ. അതിനുള്ള ചുമതലകൾ അല്ലെങ്കിൽ അതിനാവശ്യമുള്ള കാര്യങ്ങൾ, അതുപോലെ നമുക്ക് എന്തെങ്കിലും എമർജൻസി മെഡിക്കൽ പോലെയുള്ള എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ അതിനു വേണ്ട ചെലവുകൾ, ഇതെല്ലാം നമ്മൾ എപ്പോഴും കരുതിക്കൊണ്ട് വേണം. ഈ ഒരു 4 ടിപ്പുകൾ നമ്മൾ കരുതിക്കൊണ്ട് വേണം നമ്മൾ എത്ര രൂപയ്ക്ക് വേണ്ട ഇൻഷുറൻസ് പരിരക്ഷ എടുക്കണം എന്ന് തീരുമാനിക്കാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ ലൈഫിനെ ഇൻഷുർ ചെയ്യാനുമായിട്ട് വേണ്ട സഹായത്തിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക. താങ്ക് യു. ബൈ ബൈ.